ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, രണ്ട് വിഷയങ്ങൾ കൊണ്ട് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് മത്സര രംഗത്ത് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് പാകിസ്ഥാൻ വിരോധം, രണ്ട് മുസ്ലിം വിരോധം. ഈ രണ്ട് വിരോധങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ടല്ലാതെ BJPക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതല്ലാതെ മറ്റൊരു വിഷയം അവർക്ക് മുന്നോട്ട് വെക്കാനില്ല. ഈ വസ്തുത ഭാരതത്തിലെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. എക്സിറ്റ് പോൾ സർവേ റിസൾട്ടുകളാണ് യഥാർത്ഥത്തിൽ മോഡിയെയും BJPയെയും ഭീതിയിലും അസ്വസ്ഥതയിലും അകപ്പെടുത്തിയിരിക്കുന്നത്. क्यों राहुल गांधी ने अब तक पाकिस्तानी नेताओं का हिंदुस्तान के लोकतांत्रिक ढांचे में और चुनाव में हस्तक्षेप करने के दुस्साहस को खंडन किया नहीं, इसका जवाब उनको देना पड़ेगा. പാകിസ്ഥാനിലെ ഏതോ ഒരു മുൻ മന്ത്രിയുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന പുതിയൊരു ആരോപണ ആയുധവുമായി സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് അമേത്തിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടണമെന്ന് ഏതോ ഒരു മുൻ പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുവാനാണ് ഇവിടെ സ്മൃതി ഇറാനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ബന്ധമോ മുസ്ലിം വിരോധമോ ആളിക്കത്തിക്കാതെ ഒരു BJP സ്ഥാനാർത്ഥിക്കും ജയിച്ചു കയറുവാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് ഇവരെ കൊണ്ടൊക്കെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ നിർബന്ധിതരാക്കുന്നത്. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിലും മത്സരിച്ചത്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഒരു വ്യക്തി സ്മൃതി ഇറാനിയുടെ വാക്കുകളെ അതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെ ലക്ഷ്യം സ്മൃതി ഇറാനി ആണ് എങ്കിൽ അതിന്റെ കാരണവും അതിന്റെ സാഹചര്യവും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട വസ്തുതകളാണ്. രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന കുപ്രചരണം നടത്തുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാം എന്ന പ്രതീക്ഷയിലുമാണ് ഈ സ്മൃതി ഇറാനി എന്നത് വ്യക്തമാണ്. ഏതൊരു BJP സ്ഥാനാർത്ഥിക്കും ഇന്ന് ജയിച്ച് കയറുവാനുള്ള രണ്ട് കാരണങ്ങളാണ്. അത് ശ്രീ നരേന്ദ്രമോദി ആയാലും ശ്രീ അമിത്ഷാ ആയാലും പോലും അവർക്ക് ജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പാകിസ്ഥാൻ ബന്ധം ആരോപിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ വിരോധം കത്തിക്കുകയും ചെയ്യുക, അതല്ലെങ്കിൽ മുസ്ലിം വിരോധത്തെ കത്തിക്കുകയും ചെയ്യുക. ഈ ഒരു പരമാർത്ഥമാണ് ഇത്തരം ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പിന്നിലുള്ളത് എന്നത് വ്യക്തമാണ്. പക്ഷെ ഒരു വസ്തുത ഇപ്പോഴും BJP സ്ഥാനാർത്ഥികൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. അതായത് ജനങ്ങൾ ഈ സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ വർഗീയതയും ദേശീയതയും കത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധയെ വഴിതിരിച്ച് വിട്ടുകൊണ്ട് ജയിച്ചു കയറാം എന്നുള്ള വ്യാമോഹം തികച്ചും അപ്രസക്തമാണ് എന്നതാണ് വസ്തുത.